കഴിഞ്ഞ ദിവസം ഷോർട്സിലേ നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് പോയതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ രാവിലെ അവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് രാവിലത്തെ ചായക്കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പൊറോട്ടയും വെള്ളപ്പവും നൂൽപുട്ടും ചിക്കൻ കുറുമയും ബീഫും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് മെയിനായിട്ടുള്ള പാർട്ടി വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ട് പോകാനും വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വലിയവരെക്കാളും ഒരുക്കാണല്ലോ ഇന്ന് കുട്ടികൾക്കില്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഒരുക്കി കൊടുത്തതൊന്നും മതിയാവാഞ്ഞിട്ട് രണ്ടാളും കൂടെ എക്സ്ട്രാ അവരെ വക അങ്ങോട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ചെറിയ മോള് അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ റിയമോളും അവളും കൂടി ഇതാ മേക്കപ്പ് ബോക്സൊക്കെ എല്ലാം കൂടി തുറന്ന് വെച്ചിട്ട് എന്തൊക്കെയോ വലിച്ച് വാരി ഇടണമൊക്കെ ഉണ്ട്. അത്രയൊന്നും ഇടണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞാൽ അവരെ മൈൻഡിലേക്ക് ഇല്ല കേട്ടോ. കണ്ടില്ലേ, ഇതാ ഇങ്ങനെയൊക്കെയാണ് ഒരുക്കട്ടോ. എല്ലാതും എടുത്തിട്ട് വാരി തേക്കുന്നുണ്ട്. ഏത് കളറായാലും വേണ്ടില്ല, എല്ലാത്തിനും എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇത്രയൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ബോറാണ് ഓവറാണെന്നൊന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് മൈൻഡ് ചെയ്യണ പോലും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ച് അവരങ്ങോട്ട് വാരി തേക്കട്ടെ. ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് സോപ്പ് ഇട്ടിട്ട് അതൊക്കെ അങ്ങോട്ട് തുടച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് അവരങ്ങോട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കലാപരിപാടികൾക്ക് ശേഷം അതാ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. ഇവൻ്റെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഒരുങ്ങി ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിലിപ്പോൾ കുറേ ആളുണ്ട്, അനിയത്തികളും കുട്ടികളും എല്ലാവരും ആയിട്ട്. അപ്പോൾ ആൾ കൂടുമ്പോൾ ഒരുക്കം തീരാനും ഭയങ്കര പണിയാണല്ലോ. അങ്ങനെ ഇപ്പോൾ ധൃതിയൊക്കെ കൂട്ടി നമ്മൾ ഇതാനിപ്പോൾ കുടിയിരിക്കണ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അനിയത്തികളും കുട്ടികളും എല്ലാവരും കൂടി അങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല കേട്ടോ. കളിയും ചിരിയൊക്കെ ആയിട്ട്. അതിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തെ കലപില ബഹളങ്ങൾ പറയണ്ടല്ലോ. നമ്മൾ എല്ലാവരും കൂടെ ആയിരിക്കും ഒരുങ്ങുക കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാവും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ഒരുങ്ങി കുട്ടികളെയും കൂടി ഒരുക്കിയിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി കിട്ടുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം ആവും കേട്ടോ. ഇന്നും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ആളേറിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയില്ല. അതേപോലെയാണ് നമ്മൾ ആൾ കൂടിയാൽ ഒരുക്കം തീരൂലല്ലോ. അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഏകദേശം സമയമൊക്കെയായി. നമ്മളിങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഹൗസ് വാമിംഗ് പാർട്ടിയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹൗസ് വാമിംഗ് നടക്കുന്ന വീട്. ഇവിടുന്ന് ഞാനങ്ങനെ വീഡിയോ എടുത്തതൊന്നുമല്ല, അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബുഫേ സിസ്റ്റം ആയിരുന്നു. എല്ലാ ഐറ്റംസുകളും ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ബുഫേ മോഡലായതുകൊണ്ട് നമുക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പ്ലേറ്റൊക്കെ ആയിട്ട് വീഡിയോ എടുക്കൽ അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പിന്നെ നല്ല തിരക്കും ബഹളവും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.